പലവിധ പരീക്ഷണങ്ങൾക്കൊടുവിൽ തക്കാളി ചെടികൾക്ക് പിന്നാലെ മുളക് ചെടികളും കായ്ക്കാൻ തുടങ്ങിയതൊരു സന്തോഷമുണ്ട്. മുമ്പേ പറഞ്ഞിരുന്നല്ലോ, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ചെടികളും നല്ലോണം പൂടും, പൂക്കളൊക്കെ കുറച്ച് കഴിയുമ്പോൾ കൊഴിഞ്ഞു പോവും. അത് നമ്മളിങ്ങനെ നോക്കി നിൽക്കും, വീണ്ടും കൃഷി ചെയ്യും, വീണ്ടും കൃഷി ചെയ്യും. ഇതന്നെയായിരുന്നു ഇവിടെ സ്ഥിരം പരിപാടി. ഇപ്പോൾ ഇതാ കുറച്ച് തക്കാളികൾ ഉണ്ടായത് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ പച്ചമുളകും ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഈ ചെടിയിലാണ് പച്ചമുളക് ഉണ്ടായത്. നേരത്തെ കാണിച്ച ചെടി വേറെയാണ്. ഈ ചെടിയിൽ ഇപ്പോൾ 2 മുളകായി, പൂക്കളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇനിയും പച്ചമുളകുകൾ ഉണ്ടാവും. പച്ചമുളകിൻ്റെ അതിൻ്റെ വാല്യൂ അല്ല, ഇതുണ്ടാവുന്നതിലുള്ള സന്തോഷമാണ് പ്രധാനം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇതിങ്ങനെ. ഇതിലിപ്പോൾ ഏതാ വലിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ തക്കാളിയുടെ കാര്യം പോസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ചെയ്ത കാര്യങ്ങൾ പറയാം. ഇടയ്ക്കിടയ്ക്ക് ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും, അതിൻ്റെ മേലെ പോട്ടിംഗ് മിക്സ് ഇടും, പിന്നെ ഇടയ്ക്ക് വേപ്പിൻ പിണ്ണാക്ക് വിതറി കൊടുക്കും. ഇടയ്ക്ക് ഇലകൾക്ക് ചില കേട് വരുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഓർഗാനിക് സ്പ്രേ ഉണ്ട് ഇവിടെ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് കിട്ടിയത്, അതൊന്ന് അടിച്ചു കൊടുക്കും. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പുതിയ ഫാഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പഴത്തൊലി, ഫെർമെൻറ്റഡ് പഴത്തൊലി വളം 5 ദിവസം ഫെർമെൻറ്റേഷൻ വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇലകളിൽ സ്പ്രേ ചെയ്യും, താഴെ ഒഴിക്കും. പിന്നെ ഞാനതിൻ്റെ ആ ബാക്കിയുള്ള ചണ്ടിയും കടക്കിലിട്ടിട്ട് മണ്ണിട്ട് മൂടും. അതൊന്നും വല്ലതും കിട്ടുന്നതേ കിട്ടിക്കോട്ടെ എന്ന്. മറ്റേ വെള്ളം മാത്രമാകുമ്പോൾ അത് പോരെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് വേസ്റ്റ് കളയണ്ടല്ലോ, വേസ്റ്റ് വല്ലയിടത്തും കുഴിച്ചിടണേക്കാളും നല്ല ചെടിയുടെ കടക്കിലാണെങ്കിൽ കമ്പോസ്റ്റിൻ്റെ ചെറിയൊരു ഫലമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് അതും ചെയ്യും.